അഭിജിത്തൊന്ന് വന്നേ. ഈ വേസ്റ്റ് ഇവിടെയാണ് കൊണ്ട് കളയുന്നത്. പിന്നെ എവിടെയാ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്? അതിൻ്റെതായ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. വാ, കാണിച്ചു തരാം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഇതുപോലുള്ള ബിന്നുകളിൽ നിക്ഷേപിക്കുക. കണ്ടോ, ഇതാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ബിൻ. ഇതുപോലുള്ള പ്ലാസ്റ്റിക് ഈ ബിന്നിലിടാം. പച്ചക്കറികളും മറ്റു ജൈവ മാലിന്യങ്ങളും നമുക്ക് വേറൊരു ബിന്നിൽ നിക്ഷേപിക്കാം. ഇതാണ് ആ ബിൻ. അപ്പോൾ മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് അലക്ഷ്യമായി വലിച്ചെറിയുന്നത് വഴി അത് പല ജീവികൾ കൊത്തിവലിച്ചു കൊണ്ടുപോവുകയും കിണറ്റിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും കൊണ്ടുവിടുകയും ചെയ്യും. അത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. നമ്മളുടെ ജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് പോലുള്ള അജൈവ മാലിന്യങ്ങളും ഇത്തരം ബിന്നുകളിലാക്കി സൂക്ഷിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പരിസരവും നമ്മുടെ ആരോഗ്യവും എന്നും സുരക്ഷിതമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള ബിന്നുകളും ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള ബിന്നുകളും കരുതി വയ്ക്കുക. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് പഞ്ചായത്തുകാർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയിക്കോളും. ജൈവ മാലിന്യങ്ങൾ നമുക്ക് വളമായിട്ടും ഉപയോഗിക്കാം.